തൊഴിലുറപ്പ് പദ്ധതിയുടെ പകരക്കാരനാണ് വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗർ ആൻഡ് അജീവിക മിഷൻ എന്ന് വെച്ചാൽ വിബിജി ജി റാംജി പദ്ധതി. ഇതിലൂടെ ഓരോരുത്തർക്കും 125 തൊഴിൽ ദിനങ്ങൾ ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഇത് ഫലത്തിൽ ലഭിക്കില്ലെന്നാണ് വിലയിരുത്തൽ. NREGA കീഴിൽ 365 ദിനത്തിൽ 100 തൊഴിൽ ദിനങ്ങൾ ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ വിബിജി റാംജിയിൽ കാർഷിക വൃത്തിയുടെ സമയങ്ങളിൽ തൊഴിലുറപ്പ് പദ്ധതിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 60 ദിവസമാണ് നിയന്ത്രണം. പിന്നീട് അവശേഷിക്കുന്ന 305 ദിനത്തിൽ 125 തൊഴിൽ ദിനം ഉറപ്പായി നൽകാൻ കഴിയില്ലെന്നാണ് തൊഴിലുറപ്പ് തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ പറയുന്നത്. കാർഷിക വൃത്തിയുടെ 60 ദിന കാലയളവ് എന്നത് സംസ്ഥാനങ്ങളാണ് നിശ്ചയിക്കുന്നത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കൂടുതൽ ഭൂമിയുള്ള ജന്മിമാർക്ക് കൃഷിക്കാലത്ത് കുറഞ്ഞ ചെലവിൽ പണിയെടുക്കാൻ ആളുകളെ ലഭിക്കാനാണ് 60 ദിവസത്തെ നിയന്ത്രണമെന്നാണ് ഉയരുന്ന ആക്ഷേപം. മാത്രവുമല്ല, അവിദഗ്ധ തൊഴിലാളികൾക്ക് അവസരം കുറയുന്ന തരത്തിലാണ് പുതിയ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നതെന്നും പരാതിയുണ്ട്. ഇത് തൊഴിൽ വൈദഗ്ധ്യമില്ലാത്തവർ കാലക്രമേണ പദ്ധതിയിൽ നിന്ന് പുറത്താകുന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. നിലവിലെ തൊഴിലുറപ്പ് തൊഴിലാളികളെ പുതിയ പദ്ധതി ആദ്യ മാസങ്ങളിൽ ബാധിക്കില്ല. എന്നാൽ തൊഴിൽ മേഖലകളിൽ വൈദഗ്ധ്യം ആവശ്യം വരുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ അവിദഗ്ധ തൊഴിലാളികൾ പദ്ധതിയിൽ നിന്ന് സ്വാഭാവികമായും പുറത്താകും. പുതിയ പദ്ധതി പ്രകാരം ശാരീരിക ക്ഷമതയും കണക്കിലെടുക്കാൻ സാധ്യതയുണ്ട്. 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള തൊഴിലാളികളുമുണ്ട് എന്നതിനാൽ ശാരീരിക ക്ഷമത കൂടി വിലയിരുത്തിയാൽ ഇവർ പദ്ധതിയിൽ നിന്ന് പുറത്താകാൻ സാധ്യത കൂടുതലാണെന്നും പറയുന്നു. 266 ജോലി ഇനങ്ങളിലായിരുന്നു NREGA പട്ടികയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ പുതിയ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് 318 തൊഴിൽ ഇനങ്ങളാണ്. ഇതിൽ കൂടുതലായി ഉൾപ്പെടുത്തിയിട്ടുള്ളത് മെറ്റീരിയൽ വർക്കുകളാണ്. കേരളത്തിൽ പൊതുവെ ചെയ്തിരുന്ന മൺകയ്യാല, മഴക്കുഴി നിർമ്മാണം തുടങ്ങിയവ പുതിയ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. തരിശു നിലവും തരിശുഭൂമിയും കൃഷിയോഗ്യമാക്കാനുള്ള പദ്ധതിയുമില്ല. കർഷകർക്ക് വ്യക്തിപരമായി തീറ്റപ്പുൽ കൃഷി നടത്തുന്നതിനും മാർഗമില്ല. പകരം സ്വയം സഹായ സംഘങ്ങളായി കൂട്ടായി ചെയ്യാം. തൊഴിലുറപ്പ് പദ്ധതിക്ക് കീഴിൽ തൊഴിൽ തീരുമാനിച്ചിരുന്നത് പഞ്ചായത്തുകളായിരുന്നു. ഗ്രാമസഭകളുടെ ആവശ്യവും പരിഗണിച്ചായിരുന്നു തീരുമാനങ്ങൾ എടുത്തിരുന്നത്. എന്നാൽ പുതിയ പദ്ധതിയിൽ പഞ്ചായത്തുകൾക്ക് സ്വയം നിലയിൽ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ല. ഓരോ പഞ്ചായത്തിനും നിശ്ചയിക്കുന്ന തൊഴിലുറപ്പ് വിഹിതത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാകും തൊഴിൽ ദിനങ്ങൾ. കേന്ദ്ര വിഹിതം കഴിഞ്ഞുള്ള ജോലികളും മുൻപ് പഞ്ചായത്തുകൾ നടത്തിയിരുന്നു. തൊഴിലാളികളുടെ വേതനം കാലതാമസം നേരിട്ടാലും ലഭിക്കുമായിരുന്നു. പഞ്ചായത്തുകൾ ഇനി മുതൽ സ്വന്തം നിലയിൽ ജോലികൾ ചെയ്യിച്ചാൽ പുതിയ പദ്ധതി പ്രകാരം തൊഴിലാളികൾക്ക് വേതനം ലഭിക്കില്ല. തൊഴിലുറപ്പ് പദ്ധതിയിൽ തൊഴിൽ ദാനമായിരുന്നെങ്കിൽ പുതിയ പദ്ധതിയിൽ ലഭിക്കുന്ന ഫണ്ടിന് അനുസൃതമായി തൊഴിൽ ദിനങ്ങളായിരിക്കും ലഭിക്കുക.